2021 പുറത്തിറങ്ങിയ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ആ വർഷം രജിസ്റ്റർ ചെയ്യപ്പെട്ട ബലാത്സംഗ കേസുകളുടെ എണ്ണം 31,677 ആണ്. അതായത് ഒരു ദിവസം 86 റേപ്പ് കേസസ്. ഓർക്കണം, ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ കണക്കാണ്. രജിസ്റ്റർ ചെയ്യപ്പെടാത്തവയും കൂടി ഉൾക്കൊള്ളിച്ചാൽ ഈ കണക്കുകൾ 2 ഇരട്ടിയും 3 ഇരട്ടിയുമായേക്കാം. 32,000-ഓളം വരുന്ന ഈ കേസുകളിൽ 10% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് വിക്ടിംസ് എന്ന് പറയുമ്പോൾ മനുഷ്യത്വത്തിന് അടിയറവ് പറഞ്ഞ ഒരു പറ്റം മനുഷ്യർ കാരണം ഭാരതീയനാണെന്ന് ലോകത്തോട് പറയാൻ പോലും ഇന്ന് പലർക്കും മടിയാണ്. 2012 ഡിസംബർ 16 നിർഭയ എന്ന പെൺകുട്ടിക്ക് വേണ്ടി ഒരു രാജ്യം ഒന്നായി നിന്ന് ലക്ഷക്കണക്കിന് മെഴുകുതിരികൾ കത്തിച്ചിട്ടും അന്ന് നിർഭയയ്ക്ക് സംഭവിച്ചത് മറ്റൊരു സ്ത്രീക്കും ഒരിക്കലും സംഭവിക്കരുത് എന്ന വാശിയിൽ മനസാക്ഷിയുള്ള ഓരോരുത്തരും ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തിയിട്ടും ഈ രാജ്യത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ? ഒരു പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ തെറ്റ് ചെയ്ത നീചർക്കെതിരെ വിരൽ ചൂണ്ടാതെ അവൾ എന്തിന് പുറത്തിറങ്ങിയെന്നും എന്തിന് അത് ധരിച്ചുവെന്നുമൊക്കെ ചോദിക്കുന്ന അധപതിച്ച മനുഷ്യർക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല, ഒന്നും മാറിയിട്ടില്ല. മാറ്റം കൊണ്ടുവരേണ്ട പുതുതലമുറയിൽ പോലും സിഗ്മാമേൽ കളിച്ച് പരോക്ഷമായി സെക്സിസവും വെറുപ്പുമൊക്കെ പടച്ചുവിട്ട് ഓൺലൈനിൽ വെട്ടണമെന്നും ചെത്തിക്കളയണമെന്നുമൊക്കെ പറഞ്ഞ് ഒന്നങ്ങ് മാറുമ്പോഴേക്കും ആണ് പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടാണെന്നും ഇട്ട തുണിയുടെ നീളവും ക്ലോക്കിലെ സമയവും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സും ഉത്തരവാദിത്തപ്പെട്ടവരുമൊക്കെ ഉള്ളിടത്തോളം കാലം ഈ രാജ്യം എന്നും നന്നാകും. തല്ലുകൊടുക്കുന്നതും വാങ്ങുന്നതുമൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ട അതിലൊരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കാൻ പഠിക്കേണ്ടി വന്ന ഏറ്റവും അധികം സാക്ഷരതയുള്ള കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിലെ സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം ലക്ഷക്കണക്കിന് കുട്ടികളടക്കം താൻ പറയുന്നത് കേൾക്കുമെന്നറിഞ്ഞിട്ട് പോലും ബസ്സിൽ ജാക്കി വെച്ച കഥ അഭിമാനത്തോടെ പറഞ്ഞ സെലിബ്രിറ്റി സ്റ്റാർസ് ഉള്ളിടത്തോളം കാലം മാറി ചിന്തിക്കുന്ന, മാറ്റം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ തുല്യതയ്ക്കും സമത്വത്തിനും മാറ്റത്തിനും വേണ്ടി ശബ്ദമുയർത്തേണ്ടതായി വരും. അതിനെ അനുകൂലിക്കാതെ അവരെ ഒളിഞ്ഞും തെളിഞ്ഞും പരിഹസിക്കാൻ ശ്രമിക്കുന്ന, ചോദ്യം ചെയ്യാൻ വെമ്പുന്ന ഇൻഫ്ലുവൻസേഴ്സിനെയും സെലിബ്രിറ്റീസിനെയും കണ്ടാൽ അവരുടെ കൂടെ നിന്ന് വിരൽ ചൂണ്ടാതെ അവർക്ക് നേരെ വിരൽ ചൂണ്ടാനും അവരെ ഒറ്റപ്പെടുത്താനും നമുക്ക് കഴിയണം. കുട്ടികൾ ആദ്യം കണ്ടുപഠിച്ച് വളരുന്നത് അച്ഛനെയും അമ്മയെയും ഒക്കെ കണ്ടാണ്. പരസ്പരം അവർ കൊടുക്കുന്ന ബഹുമാനവും ആദരവും സ്നേഹവുമാണ് നാളെ ഈ കുട്ടികൾ മറ്റൊരാൾക്ക് കൊടുക്കുക. അതുകൊണ്ട് ജീവിച്ച് കാണിച്ചാൽ പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരില്ല. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ക്രൂരതകളെപ്പറ്റി പെൺമക്കളോട് പറഞ്ഞ് അവരെ പേടിപ്പിക്കുന്നതിനും വിലക്കുന്നതിനും പകരം ആ ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന വൈകൃതം നിറഞ്ഞ മനുഷ്യനാകാതിരിക്കാൻ ആൺകുട്ടികളെ നമുക്ക് പഠിപ്പിക്കാം. ശാശ്വതമായൊരു മാറ്റം ഈ രാജ്യത്തിന് വരണമെങ്കിൽ ചെത്തേണ്ടതും വെട്ടിക്കളയേണ്ടതും ശരീരഭാഗങ്ങളല്ല, മറിച്ച് കാഴ്ചപ്പാടുകളും നിലപാടുകളുമാണ്. അതുകൊണ്ട് ആ മാറ്റം അത് നമ്മിൽ നിന്ന് തുടങ്ങട്ടെ.